സ്റ്റാർട്ട്. ഹലോ ഗൈസ്, അപ്പൊ നമുക്കൊരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ? ഞങ്ങൾ അവിടെ കടയിലേക്ക് പോവാണ് ജസ്റ്റ് മുട്ടായി മേടിക്കാൻ. അപ്പോൾ ഞങ്ങൾ നടക്കുവാണ് ഗേസ്. ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കട എത്താറായി ഗേസ്. അതാണ് കട. ഇവിടെ അടുത്ത് ഒരു വീട്ടില് റംബൂട്ടാൻ നല്ല പഴുത്ത് കിടപ്പുണ്ട് ഗേസ്. അപ്പോൾ അത് പിച്ചാലോ എന്ന് പറയാം. ചുമ്മാ ഒന്ന് വന്നെറിയാനാ, അതൊന്നും വേണ്ട ഗേസ്. ഇതാണ് അപ്പോൾ ഷോപ്പ്. അപ്പോൾ ഗേസ് ഞങ്ങൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ മേടിച്ച മുട്ടായി കാണിച്ചു തരാം. ഇതൊക്കെയാണ് മേടിച്ചത്. ഇത് പാണ്ട മുട്ടായി എന്ന് പറയും. ഇത് ഡയറി മിൽക്ക്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ചൂയിങ്കം പോലത്തെ സംഭവം ആണ്. സെൻറ്റർ ഫ്രഷ് പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളിങ്ങ് മേടിച്ചു. ഒന്നും നോക്കിയില്ല ഗേസ്. ഞങ്ങളുടെ കോലം കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. ഒരു പട്ടിയെ കണ്ടിട്ട് പേടിച്ചോടി വരുന്ന വരവാണ് ഗേസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ആ പട്ടി വന്നിട്ട് ഭയങ്കരമായിട്ട് കുരച്ച സമയത്ത് ഞങ്ങൾ പേടിച്ചോടി. പിന്നെ മനസ്സിലായത് അതൊരു വളർത്തു പട്ടിയായിരുന്നു ഗേസ്. ഞങ്ങൾ വെറുതെ പേടിച്ചു. അതെ, ഉടമസ്ഥനുണ്ടായിരുന്നു. പക്ഷെ ചങ്ങലയൊന്നുമില്ല, ഫയറൊന്നുമില്ല. ജസ്റ്റ് അവിടെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് അയാൾ പുറകെ വരുന്നുണ്ടായിരുന്നു ഗേസ്. ഞങ്ങളപ്പോൾ നടക്കുവാണ്. ഞങ്ങളുടെ വീട് ഇതാണ് ഗേസ്. ഞങ്ങൾ എത്താറായി വീട്ടിലേക്ക്. ഗേസ്, അത് തന്നെയാണ് സത്യം. ഞാൻ ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ ഇപ്പി ഇതായിരിക്കുന്നു. പിന്നെ ഒരു കൊതി ഇപ്പി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഗേസ്, ഇതാണ് ഞങ്ങളുടെ ഇപ്പി ഗേസ്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇടാൻ പോവാണേ. തിളച്ചിട്ടുണ്ട് വെള്ളമൊക്കെ. ഒന്ന് ഇളക്കി കൊടുക്കാം ഗേസ്. അപ്പോൾ മസാല ഇടുകയാണ്. 3 പേരുള്ളതുണ്ട്. 3 പാക്കറ്റ് നൂഡിൽസും 3 പാക്കറ്റ് മസാലയാണ് ഇടുന്നത് ഗേസ്. അപ്പോൾ ഇത് നൂഡിൽസ് ഇവിടെ റെഡി ആവുകയാണ് ഗേസ്. അപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സൂപ്പി ആയിട്ടാണ് ഗേസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്. വലിയ ബൗളാട്ടോ നമ്മൾ എടുത്തത്. അപ്പം കറക്റ്റ് പാകമാവുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ ഗേസ് ഞങ്ങൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇന്നത്തെ മിനി ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ പോവാൻ ഞങ്ങൾക്ക് ഇനി പെട്ടെന്ന് നൂഡിൽസ് കഴിക്കണം. അതുകൊണ്ട് ബൈ ഗേസ്.